നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. പല ഗ്രാമപഞ്ചായത്തുകളും ഔദ്യോഗികമായി ഗ്രാമപഞ്ചായത്തുകൾ എന്നറിയപ്പെടുന്നുവെങ്കിലും നഗരത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും സവിശേഷതകളും ഉൾക്കൊള്ളുന്നവയാണ്. അതോടനുബന്ധിച്ച് ഉയരുന്ന പ്രശ്നമാണ് മാലിന്യത്തിൻ്റെ പ്രശ്നം. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി നാട്ടിൽ പൊതുവെ ഫലപ്രദമായ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ല, ഇങ്ങോട്ട്. സാധാരണ ഇവ ശേഖരിക്കുന്ന ആളുകൾ ജലസ്രോതസ്സുകളാണ് ഉപേക്ഷിക്കുന്നത്. അപ്പോൾ നഗരങ്ങൾ പല സ്ഥലങ്ങളിലും ഉള്ള നഗരങ്ങളിൽ തന്നെ ഒരു കക്കൂസ് മാലിന്യങ്ങളുടെ ഒരു നെറ്റ്വർക്ക് പൈപ്പ് ലൈനിലൂടെ തിരുവനന്തപുരത്തുള്ളതുപോലെ തന്നെ സംവിധാനങ്ങൾ ഒരുക്കുകയും സിവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ വ്യാപകമാക്കി നമ്മുടെ നഗരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തില്ലെങ്കിൽ ജലസ്രോതസ്സുകൾ മലിനപ്പെടും. അപ്പോൾ നഗരവൽക്കരണത്തിൻ്റെ ഒരു വലിയ പ്രത്യാഘാതം എന്ന നിലയിൽ ഈ കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു പദ്ധതി സംസ്ഥാന അടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. സർ, മാലിന്യ സംസ്കരണം നഗരവൽക്കരണത്തിൻ്റെ വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നേരിടുന്നതിൽ വളരെ വലിയ ഒരു പുരോഗതി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ കേരളത്തിലെ സർക്കാരിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഖരമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ ദ്രവമാലിന്യ സംസ്കരണത്തിൻ്റെയും കക്കൂസ് മാലിന്യ സംസ്കരണത്തിൻ്റെയും കാര്യത്തിൽ നമുക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. നിരവധി സെപ്റ്റേജ് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അങ്ങേക്ക് തന്നെ അറിയാവുന്നതാണ്. പ്രധാനപ്പെട്ട കാരണം എന്താണ്? പ്രൊട്ടസ്റ്റാണ്, പബ്ലിക് പ്രൊട്ടസ്റ്റാണ്. അതുമൂലം നമുക്ക് വേണ്ടത്ര പുരോഗതി അക്കാര്യത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ചിലയിടത്ത് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. മുട്ടത്തറ നല്ലൊരു മാതൃകയാണ് തിരുവനന്തപുരത്തെ. ഈ നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നത് അങ്ങ് ഓർക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനെതിരായിട്ട് അടിയന്തര പ്രമേയം വന്നതും വളരെ വൈകാരികമായിട്ടുള്ള പ്രസംഗങ്ങൾ നടന്നതുമെല്ലാം നമ്മൾ ഓർക്കണം. പക്ഷെ അതേസമയം ഒരു പഠനം കാണിക്കുന്നത് കേരളത്തിലെ വീട്ടുകിണറുകളിൽ 78% ഈക്കോളി ബാക്ടീരിയയുടെ ഉയർന്ന സാന്നിധ്യമുണ്ട് എന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താണ്? വീടുകളിലെ ഈ സെപ്റ്റിക് ടാങ്കുകൾ ശാസ്ത്രീയമായി നിർമ്മിച്ചതല്ല. ശാസ്ത്രീയമായ മാനദണ്ഡപ്രകാരം സെപ്റ്റിക് ടാങ്കുകൾ 3 വർഷം കൂടുമ്പോൾ പൂർണ്ണമായും മാലിന്യം നീക്കം ചെയ്ത് ശുചിയാക്കണം എന്നാണ്. അത് ഇപ്പോൾ കഴിയാത്തതിൻ്റെ കാരണം അങ്ങനെ കോടിക്കണക്കിന് വീടുകളിലെ ഈ മാലിന്യം മുഴുവൻ നീക്കം ചെയ്ത് ശുദ്ധീകരിക്കാൻ, ഇതിനെ സംസ്കരിക്കാൻ ആവശ്യമായത്ര നമുക്ക് ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ കേരളത്തിലില്ല. അത് പ്ലാന്റുകൾ കൂടുതൽ ആവശ്യമുണ്ട്. ഇനി മാലിന്യ സംസ്കരണത്തിൽ നമ്മുടെ മുൻഗണനാ വിഷയം എന്നത് ദ്രവമാലിന്യ സംസ്കരണവും കക്കൂസ് മാലിന്യ സംസ്കരണവുമാണ്. ഇപ്പോൾ ജലാശയങ്ങളിലാണ് കൊണ്ടുപോയി തള്ളുന്നത്, കായലുകളിലും മറ്റൊക്കെ കൊണ്ടുപോയി തള്ളുന്നുണ്ട്. അവിടെ നിന്നുള്ള മത്സ്യം നമ്മൾ കഴിക്കുന്നുണ്ട്.